ഹലോ ഫ്രണ്ട്സ്, നന്നു മുന്നേ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും ഞാനൊരു പുതിയ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പി തന്നെയാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് നാടൻ രീതിയിലുള്ള ബീഫ് റോസ്റ്റാണ്. അധികം വലിയ ഇതൊന്നുമില്ല, സാധാരണ എല്ലാവരും ചെയ്യുന്ന രീതിയിൽ എളുപ്പത്തിൽ ചെയ്യാവുന്ന രീതിയിൽ ഒരു ബീഫ് റോസ്റ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാവരും ഇത് കാണാൻ ശ്രമിക്കുക. നമുക്ക് ഏതായാലും ബീഫ് റോസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണാം. ഇനി ബീഫ് റോസ്റ്റ് എങ്ങനെ ചെയ്യുന്നത് നമുക്ക് അതിലേക്ക് കിടക്കാം. ആദ്യം ഒരു 1.5 കിലോ ബീഫ് ഞാൻ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഇത്തിരി ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, മഞ്ഞൾ, ഉപ്പ് എല്ലാം കൂടി പകുതി വേവിൽ, ഒത്തിരി അങ്ങ് വെന്ത് പോകരുത്. കാരണം നമുക്കിനി ഇതിൽ കിടന്ന് റോസ്റ്റ് ചെയ്ത് വരാനുള്ളതാണ്. അത് കാരണമാണ് പകുതി വേവിലാക്കി വെച്ചിരിക്കുക. പിന്നെ 2 സവാള സ്ലൈസായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതും ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗരം മസാല അതും പൊടിച്ച് വെച്ചിരിക്കുന്നു. പിന്നെ തേങ്ങാക്കൊത്ത്, ഇതാണ് അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ്. തേങ്ങാക്കൊത്ത് ഒരു മുറി സ്ലൈസായിട്ട് മാറ്റി വെച്ചിരിക്കുന്നു. പിന്നെ ആദ്യം നമ്മൾ കുറച്ച് പച്ചമുളകും കുറച്ച് വേപ്പിലയും കൂടി വറുത്ത് കോരി വയ്ക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകം. ഞാൻ എൻ്റെ രീതിയിലൊന്ന് ചെയ്യുന്നതാണ്. നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ നമ്മളത് വറുത്ത് കോരി വയ്ക്കുമ്പോൾ ആ ബീഫ് റോസ്റ്റിൻ്റെ കൂടെ ഇത് കഴിക്കാനായിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അപ്പം നമുക്കിനി പാചകത്തിലേക്ക് കടക്കാം. പിന്നെ ഞാൻ ബീഫ് റോസ്റ്റ് ചെയ്യുന്നത് മുഴുവനും നമ്മുടെ നാടൻ വെളിച്ചെണ്ണയിലാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ നമുക്ക് സൺഫ്ലവറിലും ചെയ്യാം. കുറേ കൂടി ടേസ്റ്റ് നാടൻ വെളിച്ചെണ്ണയാണ്. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഒഴിക്കുന്നത്. അത് നമ്മുടെ ഇണക്കം അനുസരിച്ച് എന്തോരം വേണ്ടെന്നുള്ളതനുസരിച്ച് വെക്കണം. കാരണം ബീഫ് റോസ്റ്റിന് ഒരുവിധം എണ്ണ വേണം. അപ്പോൾ ഞാനിപ്പോൾ എണ്ണ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് കുറച്ച് പച്ചമുളക്, വേപ്പില അതൊന്ന് വറുത്ത് കോരി മാറ്റി വെക്കണം. നമ്മുടെ വേപ്പിലയും പച്ചമുളകും നല്ലോണം വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കാം കേട്ടോ, കോരി മാറ്റാം. നമ്മൾ ഇത് വാട്ടിയെടുത്തിട്ട് ചെറുതായിട്ട് ഒത്തിരി ഒന്നും പൊരിയണ്ട, അതെടുത്തൊരു പാത്രത്തിലേക്ക് ആക്കി വെച്ച് ഇനി സവാള വാട്ടണം. 2 സവാള സ്ലൈസായിട്ട് എടുത്തത് വാട്ടണം. സവാള ഒരുവിധം വാടി വന്നു. ഇനി നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അത് ചേർത്തിട്ട് നമുക്ക് ഒരുവിധം മുരിച്ച് കൊണ്ടുവരാം കേട്ടോ. എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അത് ഈ എണ്ണയിൽ കിടന്ന് വാടി വരട്ടെ. ഇതിങ്ങനെ വാടി വരുമ്പോൾ നമുക്ക് ഗരം മസാല ചേർക്കാം. ഗരം മസാല എന്ന് പറഞ്ഞാൽ മല്ലി, മുളക്, കുരുമുളക്, പട്ട, കറയാമ്പൂ, കുറച്ച് ഏലക്ക, കൂടുതലായിട്ട് പെരിഞ്ചീരകം, ഇതാണ് ഇതിൻ്റെ ഫ്ലേവർ വരുന്നത്. അപ്പോൾ അത് ഞാൻ എല്ലാം കൂടി പൊടിച്ച് വെച്ചിട്ടുണ്ട്. ആ ഒരു മസാലയാണ് ഇത്, ഗരം മസാല. ഇത് മുരിഞ്ഞ് വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് ഇടുക. സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്യാവുന്ന രീതിയിൽ പാചകമാണ്. എല്ലാവർക്കും ഈ ബീഫ് ഫ്രൈ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെ. അപ്പോൾ നമുക്കിതിലേക്ക് വീണ്ടും കടക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾ പൊടി. കാരണം നമ്മൾ ബീഫ് വേവിച്ചപ്പോൾ അതിൽ ഇത്തിരി മഞ്ഞൾ പൊടി ഇട്ടതാണ്. അപ്പോൾ ഒരു 1/4 സ്പൂൺ മഞ്ഞൾ പൊടി ഇട്ടാൽ മതി. ഇനി ഇത് മൊരിഞ്ഞ് വന്നോന്നില്ല, അപ്പോഴേക്കും നമുക്ക് ഗരം മസാല പൊടിച്ച് വെച്ചിരിക്കുന്നത് അതും ചേർക്കാം. ഈ മസാല എല്ലാം ഇതിലേക്ക് ഇടാം. ഇതിങ്ങനെ വാടി വരുമ്പോൾ എണ്ണ ഇത്തിരി ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ, ഒത്തിരി വേണ്ട. അതുകൂടി ഇട്ട് മൊരിഞ്ഞ് വരട്ടെ, മസാല ഒരുവിധം മൊരിഞ്ഞ് വരട്ടെ. പലരും പല രീതിയിലാണ് ചെയ്യുന്നത്. എൻ്റെ രീതിയിലെ ശൈലിയാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും, കാരണം എളുപ്പമുള്ള പണിയാണ് ഞാൻ ചെയ്യുന്നത്. ഇത് വഴറ്റി വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ബീഫിൻ്റെ കുറച്ച് വെള്ളം ഒഴിക്കുക. കാരണം നമുക്കിനി ഇതിലേക്ക് നമ്മൾ തേങ്ങാക്കൊത്തൊക്കെ ചേർക്കാനുള്ളതല്ല. എന്നിട്ട് ഇതൊന്ന് മുരിഞ്ഞ് ഒരുവിധം വരട്ടെ. വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങാക്കൊത്തിടാം. കാരണം നമ്മുടെ ബീഫ് ഒരുവിധം വെന്തിരിക്കുകയാണ്.
കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം കേട്ടോ. ഇതിൽ കിടന്നൊന്ന് വാടി വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ബീഫ് ഇടാം. എളുപ്പമാണ്, ഇതെല്ലാവർക്കും ചെയ്യാവുന്ന റെസിപ്പിയാണ്. ഇതെല്ലാവർക്കും എളുപ്പത്തിന് ചെയ്യാവുന്ന ബീഫ് റോസ്റ്റാണ്. എല്ലാവരും ചെയ്യാൻ നോക്കണം കേട്ടോ. ചെയ്ത് കഴിഞ്ഞിട്ട് എന്നോട് അഭിപ്രായം പറയണം എങ്ങനെയുണ്ടെന്ന്. ഇനി നമുക്കിതിലേക്ക് ബീഫ് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇടാം കേട്ടോ. അതിനുശേഷം ഉപ്പുണ്ടാകുമെന്ന് നോക്കുക. പാകത്തിന് ഉപ്പുണ്ടെങ്കിൽ ഇടണ്ട, അല്ലെങ്കിൽ കുറച്ചുകൂടി ഉപ്പിടുക. എന്നിട്ട് ഇത് ചെറിയ തീയിലിട്ട് ഇത് നന്നായിട്ട് വരട്ടി വരട്ടെ. നമുക്കിത് മൂടി വയ്ക്കാം. ഇടയ്ക്കൊന്ന് നമ്മൾ ഇളക്കി നോക്കണം കേട്ടോ. മൂടി മാറ്റിയിട്ട് ഇളക്കി നോക്കണം. ഒന്നും കൂടി ഇളക്കാം. അപ്പോൾ കുറച്ച് വേപ്പിലയും കൂടി ഇതിലേക്ക് ചേർക്കാം കേട്ടോ. നമ്മുടെ നാടൻ വേപ്പിലയാണ് ഇത്, വീട്ടിലുണ്ടായിരുന്ന വേപ്പിലയാണ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഒന്നും കൂടി ഇളക്കി കുറച്ചും കൂടി നമുക്ക് എണ്ണ ഒഴിക്കാം കേട്ടോ. ഇതിൽ കിടന്നൊന്നും മൊരിയട്ടെ കേട്ടോ. അതുവരെ ഇനി ഇളക്കണ്ട, മൊരിയട്ടെ. ഇനി നമുക്കൊന്നും കൂടി ഇളക്കി നോക്കാം. ഇനി അതിനുശേഷം നമുക്ക് മൂടി വെക്കണം കേട്ടോ. ഇത് തുറന്നിരുന്ന് തന്നെ നല്ലോണം വരട്ടി കേട്ടോ. ബീഫ് റോസ്റ്റ് ഉണ്ട്, നല്ലോണം തുറന്നിരുന്നോട്ടോ. തീ ഒത്തിരി കൂട്ടുകയും വേണ്ട. ഇത്രയേ ഉള്ളൂ പണി, ഇത്രയേ ഉള്ളൂ. ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. ഓരോരുത്തരുടെ ഇണക്കം പോലെ, ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണല്ലോ. അതനുസരിച്ച് എണ്ണ കൂട്ടുകയോ കുറയ്ക്കുകയോ എങ്ങനെയാണെന്ന് വെച്ച് ചെയ്യുക. ഏകദേശം തീരാറായി ബീഫ് റോസ്റ്റ് കേട്ടോ. നമ്മുടെ ബീഫ് റോസ്റ്റ് ഏകദേശം റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് സെർവ് ചെയ്യാം. അതിന് മുമ്പ് സ്വല്പം കുരുമുളകും പെരിഞ്ജീരകവും കൂടി പൊടിച്ചത് ഇത്തിരി ഇടാം. അതോടൊപ്പം തന്നെ നമ്മളിവിടെ വറുത്ത് വെച്ചിരിക്കുന്ന വേപ്പിലയും പച്ചമുളകും അതും കൂടി അങ്ങോട്ട് ചേർത്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡി. ബീഫ് റോസ്റ്റ് റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്യുക. എങ്ങനെയുണ്ടെന്ന് വെച്ച് നോക്കിയിട്ട് എന്നോട് പറയണം.